ബോഡി പോസിറ്റിവിറ്റി എന്ന കോൺസെപ്റ്റും ഒബീസിറ്റി ഗ്ലോറിഫിക്കേഷനുമായി യാതൊരു ബന്ധവും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞപ്പോൾ ഒബീസിറ്റി ഗ്ലോറിഫിക്കേഷനെ അങ്ങ് എടുത്ത് അടപടലം ഉപയോഗിച്ചു. എൻ്റെ തടി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്നാത്തിനാ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് തിന്നാനല്ലേ? ഇങ്ങനെ പല പല ഡയലോഗുകളെ കൊണ്ടും വളരെ കൺസേണിംഗ് ആയിട്ടുള്ള കോമന്റ്സിനെ വരെ ഞാൻ സപ്രസ് ചെയ്ത് കളയും. ഇതൊന്നും അത്ര നല്ലതിനല്ല എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ദൂരം വരേണ്ടി വന്നു എന്ന് മാത്രം. ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെയും വണ്ണം വെക്കാൻ തുടങ്ങിയത്. പ്രഗ്നൻസി ടൈം തൊട്ട് നല്ലപോലെ ചോറും കറികളും ഒക്കെ കഴിച്ച് ശീലിച്ചതുകൊണ്ട് എനിക്കൊന്നും കട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. ഈ അടുത്താണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ സാധാരണ പോലെ 60-61 കിലോയിലേക്ക് തിരിച്ചു വന്നെങ്കിലും ഈ അടുത്തായിട്ട് ഞാൻ 65 കിലോ ആയിട്ടുണ്ട്. എക്സസ് ഫാറ്റ് ഒക്കെ കൂടി ഞാൻ വളരെ പാസീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു. ആര് പറഞ്ഞാലും നന്നാവാത്ത മൂരാച്ചി എനിക്ക് ഈ അടുത്തായിട്ടൊരു സെൽഫ് അവേക്കണിങ് വന്നു. എല്ലാ ദിവസവും ഞാനൊരു 30 മിനിറ്റ്സ് എങ്കിലും മിനിമം വർക്ക്ഔട്ട് ചെയ്യും. ചെറുതായിട്ട് ശരീരമൊക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മൾ പോസിറ്റീവ് ആവും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അനുഭവിച്ചറിയുന്നത് ആദ്യമായിട്ടാട്ടോ. ഇനി ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എന്നെ പോലത്തെ ഏതെങ്കിലും മടിച്ചിക്കോതകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിക്കോ കേട്ടോ. ശരിക്കും ഭയങ്കര വ്യത്യാസം വരും കേട്ടോ നമ്മുടെ ലൈഫിൽ. ഐ ക്യാൻ വൗച്ച് ഫോർ യു. അങ്ങനെ വായ്ത്താളം അടിച്ച് ഇന്നും ഉച്ചയായി. ഇന്ന് ലഞ്ചിന് ദോശയായിരുന്നു കേട്ടോ. ഈ ബാറ്റർ ഞാൻ പുറത്തുനിന്ന് മേടിച്ചത്, ഐഡിയുടെ ബാറ്റർ ജനറലി നല്ലതാ. ഈ അടുത്തായിട്ട് ഞങ്ങൾക്ക് സിക്ക് ഡേയ്സ് ആയതുകൊണ്ട് ഇപ്പം ഞങ്ങൾ വളരെ ലൈറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. രോഗികൾ മാത്രമല്ല, ബൈസ്റ്റാൻഡറും ലൈറ്റ് ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശയും തക്കാളി ചട്നിയും. പ്രത്യേകിച്ച് എനിക്ക് എണ്ണയിൽ ഉണ്ടാക്കുന്നതല്ല കേട്ടോ ഇഷ്ടം. നല്ല ബട്ടറിലോ നെയ്യിലോ ഒക്കെ നല്ലപോലെ വഴറ്റിയെടുത്താലേ ആ മറ്റേ ഉള്ളിയും തക്കാളിയും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഉറക്കത്തിനോട് പൊരുതി ഒടുവിൽ അവൻ കീഴടങ്ങി. ഇനി നമുക്ക് നമ്മുടെ ലൈഫ് തുടങ്ങാം. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് നീർമാതളം പൂത്ത കാലം എന്ന് പറഞ്ഞ ബുക്കാണേ, മാധവിക്കുട്ടിയുടെ. ആ ബുക്ക് വായിച്ച് ഞാൻ അതിൽ അലിഞ്ഞു ചേർന്നു എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിന് വെളിയിൽ താമസിക്കുമ്പം മാധവിക്കുട്ടിയുടെ ബുക്കൊക്കെ വായിക്കാൻ നേരം എന്തോ ഒരു വൈബാ. എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. മാധവിക്കുട്ടി എൻ്റെ ഫേവറേറ്റ് റൈറ്ററാണ്. അത് ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല, പണ്ടേ ഉള്ളൊരു ക്രഷാ. പിന്നെന്താ, സന്ധ്യയായി, ലൈക്ക് യെസ്റ്റർഡേ. താഴെ പോകും, സാമക്കുട്ടൻ്റെ കൂടെ കുറച്ചു നേരം കളിക്കും, ഞാൻ എൻ്റെ വർക്കൗട്ട് ചെയ്യും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കോമെന്റിൽ കണ്ടു ഞാൻ എന്ത് വർക്കൗട്ടാണ് ചെയ്യുന്നതെന്ന്. ഞാൻ നൈക്കിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള വർക്കൗട്ട്സ് കിട്ടും. ബിഗിനർ ഫ്രണ്ട്ലി, പോസ്റ്റ്പാർട്ടം ഫ്രണ്ട്ലി, പ്രഗ്നൻസി ഫ്രണ്ട്ലി, യു നെയിം ഇറ്റ്, ദേ ഹാവ് ഇറ്റ്. അങ്ങനെ കലാപ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഡിന്നർ ടൈം. സാമു കഴിക്കുന്നത് ദാൽ ചാവൽ, ഞാൻ കഴിച്ചത് ചപ്പാത്തി. ഇനി ഞങ്ങളുടെ മസ്സി ടൈം ആണേ. ഇപ്പൊ എന്നോട് ആരെങ്കിലും ചോദിക്കുവാന്ന് വിചാരിക്കും ഹൗ ആർ യു, അല്ലെങ്കിൽ ഹൗ ആർ യുവർ ഡേയ്സ് ഗോയിങ്. അപ്പൊ ഞാൻ പറയും ലൈക്ക് യെസ്റ്റർഡേ എന്ന്. കാരണം there's nothing else happening. It's like the normal regular mundane life. ഇത് വളരെ ഡിഫിക്കൽട്ട് എന്നാൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. പക്ഷെ ഐ നോ ഇറ്റ്സ് ബ്രീഫ്, സോ